കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, വൈദ്യമഹാസഭ, ജനാരോഗ്യ പ്രസ്, മഹാത്മാ ദേശസേവാ ട്രസ്റ്റ്, സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, ഹെറിറ്റേജ് അക്കാദമി ഓഫ് ട്രഡീഷണൽ ഹീലിംഗ് ആൻഡ് വർമ്മ, പരമ്പരാഗത നാട്ടുവൈദ്യ സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ഗവേഷണ പഠനം ആരംഭിച്ചത്. വിവരശേഖരണത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി സെയ്താർപള്ളി ഹിമാലയ ഫാർമസി ബിൽഡിംഗിലെ ഹെറിറ്റേജ് അക്കാദമി ഓഫ് ട്രഡീഷണൽ ഹീലിംഗ് ആൻഡ് വർമ്മയിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാംസ്കാരിക വ്യതിയാനത്തിൽ പലപ്പോഴും അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ നിർത്താൻ അന്നത്തെ ആളുകൾക്ക് ഒരുപക്ഷെ ഇന്നത്തെ സൗകര്യങ്ങളില്ലാത്തതായിരിക്കാം, അങ്ങനെ ചിന്നിച്ചിതറിപ്പോയ ഒരവസ്ഥയാണ് ഇന്ന് ഈ ആയുർവേദ രംഗം അനുഭവിക്കുന്നത്. അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അമ്മയുടെ അമ്മാവൻ ഒരു പ്രഗത്ഭനായ വൈദ്യനായിരുന്നു. ധാരാളം ആളുകൾ നമ്മുടെ വീടുകളിൽ ആ കാലത്ത് ചികിത്സയ്ക്ക് വേണ്ടി വരുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ കാലമാകുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് അവസരമായിട്ടുണ്ട്. അപ്പോൾ വലിയ മാരക രോഗങ്ങൾക്ക് വരെ, ഇപ്പോൾ കോളറ പോലുള്ള രോഗങ്ങൾക്ക് ഒറ്റമൂലി കൊടുത്തുകൊണ്ട് അന്ന് കുട്ടികളെയൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഈ ഒറ്റമൂലി കൊടുത്തുകൊണ്ട് കുട്ടികളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ധാരാളം ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അതൊക്കെ കാലപ്പഴക്കത്തിൽ പിന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കുന്ന ഒരു ശാഖ തന്നെയാണ് ആയുർവേദം. ആയുർവേദത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ധാരാളം സൈഡ് എഫക്റ്റുകളാണ് വരുന്നത്. ഒരു രോഗത്തിന് കഴിക്കുമ്പോൾ മറ്റു രോഗമാണ് ഉണ്ടാകുന്നത്. വൈദ്യമഹാസഭ ദേശീയ ചെയർമാൻ മാന്നാർ G. രാധാകൃഷ്ണൻ വൈദ്യർ അധ്യക്ഷനായി. പ്രശസ്ത സാമൂഹികാരോഗ്യ ഗവേഷകൻ പ്രൊഫസർ ജോ തോമസ് പഠന പശ്ചാത്തല അവലോകനം നടത്തി. പൊതുവായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ആരോഗ്യമുള്ള ജനതയാണ് ഒരു വികസിത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനമായ സൂചിക എന്നത് വളരെ കാര്യമായിട്ടുള്ള അതേപറ്റി ധാരണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആഗോളതലത്തിൽ സുസ്ഥിര വികസനത്തെ പറ്റിയും ഒരു 17 ഗോളുകൾ ആണ് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 17 ഗോൾസ് ആണ്. അതിനകത്ത് ഈ 17 ഗോളിന്റെ ഇടയ്ക്ക് 227 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് സുസ്ഥിര വികസനം പുരോഗമിക്കുന്നത്, അതെങ്ങനെ നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ലോകത്തിലുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൽ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് 25ഓളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനമായിട്ടുള്ള കാരണം പരമ്പരാഗതമായിട്ടുള്ള നാട്ടറിവുകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അതെങ്ങനെ പ്രിസർവ് ചെയ്യാം, അതൊരു പ്രധാന കാര്യമാണത്. മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ T. ശ്രീനിവാസൻ, ജനാരോഗ്യ പ്രസ്ഥാനം സംസ്ഥാന കൺവീനർ KV സുഗതൻ, തലശ്ശേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഖിലാബ്, പരമ്പരാഗത നാട്ടുവൈദ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ശാന്തിഗ്രാം ഡയറക്ടർ L. പങ്കജാക്ഷൻ സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ M. അബ്ദുള്ള വൈദ്യൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാട്ടറിവ്, നാട്ടുവൈദ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ ചർച്ചാ ക്ലാസ് നടന്നു. വൈദ്യമഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ A. വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രൊഫസർ ജോ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗവേഷണ പഠന പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും രീതിശാസ്ത്രവും, വൈദ്യ വിവരശേഖരണ സർവേ, ഫാം പരിചയപ്പെടൽ എന്നിവയും നടന്നു.